الحمد رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാം, ദഖല അലയ്യ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅറഫ്തു ഫീ വജ്ഹി അൻ ഖദ് ഹദറഹു ഷൈഉൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ എൻ്റെ അടുക്കലേക്ക് വന്നു, വീട്ടിലേക്ക് കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുള്ളതായി, ഒരു വലിയ ഗൗരവമുള്ള വിഷയമുള്ളതായി എനിക്ക് തോന്നി. ഫതവദ്ദഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുത്തു. വമാ കല്ലമ അഹദൻ, ആരോടുമൊന്നും സംസാരിച്ചില്ല. സുമ്മ ഖറജ, എന്നിട്ട് പള്ളിയിലേക്ക് വന്നു. ഫലസിഖ്തു ബിൽ ഹുജ്റതി അസ്മഉ മാ യഖൂൽ, ഞാൻ എൻ്റെ മുറിയുടെ ചുമരിൽ എൻ്റെ ചെവി വെച്ചു, കാരണം അത്രയും അടുത്താണല്ലോ വീട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പോകുന്നത്, എന്താണ് വിഷയം? ഫഖഅദ അലൽ മിൻബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻബറിൽ ഇരുന്നു. ഫഹമിദല്ലാഹ വ അസ്ന അലൈഹി, ഹംദും സ്വലാത്തും ചൊല്ലിയതിനു ശേഷം സുമ്മ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, വിശ്വാസികളെ, ഇന്നല്ലാഹ തബാറക വ തആല യഖൂലു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പറയുന്നു. എന്താണ് റബ്ബ് പറയുന്നത്? മുറൂ ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കണമെന്ന് അല്ലാഹു പറയുന്നു. വൻഹൗ അനിൽ മുൻകർ, നിങ്ങൾ തിന്മയെ വിലക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഖബ്ല അൻ തദ്ഉനി ഫലാ ഉജീബുക്കും, ഏതിനു മുമ്പ് നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഞാൻ ഉത്തരം നൽകാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പ്. വതസ്അലൂനി ഫലാ ഉഅതിയക്കും, നിങ്ങൾ എന്നോട് ചോദിക്കും, ഫലാ ഉഅതീക്കും, ഞാൻ നിങ്ങൾക്ക് നൽകുകയില്ല. വതസ്തൻസിറൂനി ഫലാ അൻസുറുക്കും, നിങ്ങൾ എന്നോട് സഹായം തേടി ദുആ ചെയ്യും, പക്ഷേ ഞാൻ നിങ്ങളെ സഹായിക്കുകയില്ല. ആരാണ് പറയുന്നത്? ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകാമെന്ന് പറയുന്ന റബ്ബ് പറയുകയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാത്ത ഒരു സന്ദർഭം വരാനുണ്ട്. അതേപോലെ തന്നെ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ റബ്ബ് പറയുകയാണ്, ഫലാ അൻസുറുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കുകയില്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ എന്ന് പറയുന്ന റഹ്മാനായ റബ്ബ് പറയുകയാണ്, വതസ്അലൂനി ഫലാ ഉഅതീക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകുകയില്ല. അത് ഫജ്റിന് മുമ്പ്, അസ്ഹാറിൻ്റെ സമയങ്ങളിലാണെങ്കിലും ശരി, നമസ്കാരത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്താണെങ്കിലും ശരി, നമസ്കാരത്തിൽ സുജൂദിലാണെങ്കിലും ശരി, പ്രാർത്ഥനക്കുത്തരം നൽകപ്പെടുന്ന സമയവും സന്ദർഭവും എല്ലാം തിരഞ്ഞെടുത്ത് വിനയാന്വിതരായി അങ്ങേയറ്റം ആവശ്യക്കാരായി നിങ്ങൾ റബ്ബിനോട് പറഞ്ഞാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനക്കുത്തരം നൽകുകയില്ല, അല്ലാഹു നിങ്ങളെ സഹായിക്കുകയില്ല. അങ്ങനെ ഒരു സന്ദർഭം വരുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഒന്ന്, മുറൂ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിച്ചു കൊണ്ടേയിരിക്കണം. വൻഹൗ അനിൽ മുൻകർ, തിന്മയെ നിങ്ങൾ വിലക്കുകയും വേണം. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫമാ സാദ അലൈഹിന്ന ഹത്താ നസൽ, ഇത്രയും പറഞ്ഞ് മിൻബറിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഇറങ്ങി. നോക്കൂ നിങ്ങൾ, സുദീർഘമായ ഒരു വലിയ പ്രഭാഷണമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. ആരോടും മിണ്ടാതെ വുളു എടുത്ത് വേഗം വന്ന് മിമ്പറിൽ കയറി
ഇത്രയും വാക്കുകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രാർത്ഥനകൾക്ക്, മസ്അലകൾക്ക്, ഇസ്തിൻസാറിന് ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു ഉത്തരവും ലഭിക്കാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഭീതിയുള്ളൊരവസ്ഥയാണ്. അതിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തുന്നത് എപ്പോഴാണെന്നറിയാമോ? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തുമ്പോഴാണ്. വീഴ്ച വരുത്തിയിട്ടുണ്ട്, വീഴ്ചയിലാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു വിഷയമാണ് ഒന്നാലോചിച്ചാൽ ഈ പറഞ്ഞ വിഷയം. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇതേപോലെയുള്ള വേദികളിൽ മാത്രം ഒതുങ്ങേണ്ടതാണ് എന്ന തെറ്റിദ്ധാരണ വ്യാപകമായി ഉണ്ടാക്കപ്പെട്ടു. നന്മ കൽപ്പിക്കേണ്ടത് പ്രസ്ഥാനങ്ങളോ ദഅവാ ഗ്രൂപ്പുകളോ ആണ് എന്ന തെറ്റിദ്ധാരണയുണ്ടായി. വേദികളിൽ കെട്ടിയുള്ള പ്രഭാഷണമാണ് നന്മ കൽപ്പിക്കൽ എന്ന ധാരണയുണ്ടായി. അങ്ങനെ നന്മ കൽപ്പിക്കുന്നതിനെയും തിന്മ വിരോധിക്കുന്നതിനെയും നാം ഒരു ഭാഗത്തേക്ക് മാത്രം ഒതുക്കുകയും ദൈനംദിന ജീവിതത്തിൽ നിന്ന് മഹത്തായ ഈ പുണ്യകർമ്മത്തെ നാം മറക്കുകയും ചെയ്തപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലേ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. പല പ്രാർത്ഥനകൾക്കും ഉത്തരമില്ല, പല സഹായ തേട്ടത്തിനും ഉത്തരമില്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉത്തരം ലഭിക്കുന്നില്ല. നേതാക്കൾ അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉത്തരം ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ധാരാളമായ അവസ്ഥകൾ സംജാതമായിരിക്കുന്നു. അതിനുള്ള ഒരേ ഒരു കാരണം ഈ മിമ്പറിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളിൽ വന്ന വീഴ്ചയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. മാതാപിതാക്കൾ മക്കൾക്ക്, സഹോദരന്മാർ സഹോദരികൾ പരസ്പരം, അയൽവാസികൾ, കൂട്ടുകാർ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെയ്യേണ്ടുന്ന ഒരു ഇബാദത്തായിട്ടാണ് യഥാർത്ഥത്തിൽ നന്മ കൽപ്പിക്കുന്നതിനെ തിന്മ വിരോധിക്കുന്നതിനെ ഇസ്ലാം കണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്ത് ആലു ഇമ്രാൻ 110-ാമത്തെ ആയത്ത്, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ വ തുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ഏറ്റവും ഖൈറായ ഉമ്മത്താകുന്നു. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും മുസ്ലിമീങ്ങളുടെ ദഅവാ പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുന്നു. മറ്റൊരു സമൂഹത്തിലും എന്തില്ല? ദഅവാ പ്രവർത്തനമില്ല. ശ്രദ്ധിച്ചോളൂ. ഒരല്പമെങ്കിലും ദഅവത്ത്, നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ഉമ്മത്തിൽ മാത്രമാണ്. യഹൂദ ക്രൈസ്തവർ അത് എന്നോ കൈയൊഴിഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ്. ആളുകൾ വെറുക്കപ്പെട്ടത് ചെയ്താൽ യഹൂദ ക്രൈസ്തവരിലെ പണ്ഡിത പുരോഹിതന്മാർ അത് വിലക്കാറുണ്ടായിരുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന നിലപാടായിരുന്നു അവർക്ക്. എന്നാൽ മുസ്ലിം ഉമ്മത്തിൽ അത് ശക്തമായി നിലനിന്നിരുന്നു. പിന്നീട് മെല്ലെ മെല്ലെ അതിൽ നിന്ന് പിറകോട്ട് പോയി. ഇന്ന് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവൻ മനുഷ്യ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന മൗലികവാദിയും ഭീകരവാദിയും തീവ്രവാദിയുമാണ്. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും മക്കളെ നന്മ ഉപദേശിച്ചു കൊടുത്താൽ അതിൻ്റെ പേരിൽ മാതാപിതാക്കൾക്കെതിരിൽ കേസെടുക്കുന്ന ഒരു ലോകത്താണ് ലോകമുള്ളത്. അതുകൊണ്ട് ശക്തമായി പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നും നന്മ കൽപ്പിക്കുന്നതിൽ നിന്നും തിന്മ വിരോധിക്കുന്നതിൽ നിന്നും നമ്മെ തടയാൻ പിശാച് പരിശ്രമിക്കും. കാരണം പിശാചിന് ഇത്രമാത്രം ഭീഷണിയുള്ള മറ്റൊരു പ്രവർത്തനവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ പിശാചിന് ഏറ്റവും വെറുപ്പ് ദഅവത്താണ്, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. അതിനെ ഏതെല്ലാം നിലക്ക് നിശബ്ദമാക്കാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും. സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ, വ്യക്തികളിൽ. അങ്ങനെ ആരും ആർക്കെതിരിലും ഒന്നും മിണ്ടരുത്. ഒരു സദാചാരത്തെ സംബന്ധിച്ചും സംസാരിക്കരുത്. ഒരു ദുരാചാരവും വിലക്കപ്പെടരുത്. വ്യക്തിയാണ് പ്രധാനം. സമൂഹത്തിനവിടെ പ്രാധാന്യമില്ല, കുടുംബത്തിന് പ്രാധാന്യമില്ല, മാതാപിതാക്കൾക്ക് പ്രാധാന്യമില്ല. മറിച്ച് ഒരു വ്യക്തിയാണ് പ്രധാനം എന്ന് വിശദീകരിച്ചുകൊണ്ട് അവൻ എന്തു തോന്നിയാലും അത് അംഗീകരിക്കപ്പെടേണ്ടതാകുന്നു എന്നുള്ള അസംബന്ധം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ലോകം നിലനിൽക്കുന്നത്. പക്ഷേ നമുക്കത് കേട്ട്
മൗനം അവലംബിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മിൽ വരാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കാനെങ്കിലും നാം ഓരോരുത്തരും നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമായി തീരണം. നമ്മുടെ വീട്ടിലുള്ളവർ മറന്നുപോകുന്ന നന്മയെ, നമ്മുടെ കൂടെയുള്ളവർ മറന്നുപോകുന്ന നന്മയെ ഓർമ്മപ്പെടുത്താൻ ഒരു ലജ്ജയും ആവശ്യമില്ല. ലജ്ജ നമ്മളെ പിടികൂടിയിരിക്കുന്നു. ഞാൻ എങ്ങനെ പറയും? നമ്മുടെ വീട്ടിലും നമ്മുടെ കൂടെയുള്ളവരിലും കാണപ്പെടുന്ന മുൻകറുകളെ വിലക്കാൻ നമുക്ക് കഴിയുന്നില്ല. അവിടെയും ലജ്ജ നമ്മളെ പിടികൂടിയിരിക്കുന്നു. ഞാൻ എങ്ങനെ വിലക്കും? ഞാൻ എങ്ങനെ അദ്ദേഹത്തോട് പറയും? അങ്ങനെ ചിന്തിച്ചാൽ, അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ അത് വളരെ വലിയ അപകടമുണ്ടാക്കും. അതുകൊണ്ട് മനുഷ്യർക്ക് നമ്മെ ആവശ്യമുണ്ട്, മുസ്ലിം ഉമ്മത്തിന് നമ്മെ ആവശ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറയുന്നത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും മൗലിയാഉ ബഅ്ദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ലോക സമൂഹത്തിനും നമ്മെ ആവശ്യമുണ്ട്, മുസ്ലിം ഉമ്മത്തിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ട്. എന്താണ് വിഷയം? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഹുദൈഫ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അൽ ഇസ്ലാമു സമാനിയത്തു അസ്ഹുമിൻ. ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 8 ഓഹരിയാക്കിയിരിക്കുന്നു, 8 പാർട്ടാക്കിയിരിക്കുന്നു. അൽ ഇസ്ലാമു സഹ്മുൻ, അതിൽ ഇസ്ലാം 1, വസ്സലാത്തു സഹ്മുൻ, നമസ്കാരം 2, വസ്സകാത്തു സഹ്മുൻ, വഹജ്ജുൽ ബൈത്തി സഹ്മുൻ, വസ്സിയാമു സഹ്മുൻ, വൽ അംറു ബിൽ മഅറൂഫി സഹ്മുൻ, വന്നഹ്യു അനിൽ മുൻകരി സഹ്മുൻ, വൽ ജിഹാദു ഫീ സബീലില്ലാഹി സഹ്മുൻ, വഖദ് ഖാബ മൻ ലാ സഹ്മ ലഹു. നമസ്കാരത്തിൻ്റെ കൂടെ, സക്കാത്തിൻ്റെ കൂടെ, നോമ്പിൻ്റെ കൂടെ, ഇസ്ലാമിൻ്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. രണ്ടിനെയും രണ്ടായി തന്നെ എണ്ണി. അംറും ബിൽ മഅറൂഫ് അത് വേറെ തന്നെ, നഹ്യുന അനിൽ മുൻകർ അതും വേറെ തന്നെ. അതിൻ്റെ കൂടെയാണ് വൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദും. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ജിഹാദിന് സമമാണ് എന്നർത്ഥം. ഒരു വിശ്വാസിയുടെ ഇസ്ലാമികമായ ജീവിതത്തിലെ അനിവാര്യമായ പാർട്ടാണ് ഈ സഹമില്ലാത്തവൻ ഖാബ, അവൻ നഷ്ടക്കാരനായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സൂറത്ത് ഹൂദിലെ 116, 117 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആക്ഷേപമായി പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഫലൗലാ കാന മിനൽ ഖുറൂനി മിൻ ഖബ്ലിക്കും ഉലൂ ബഖിയ്യത്തിൻ യൻഹൗന അനിൽ ഫസാദി ഫിൽ അർദി ഇല്ലാ ഖലീലൻ മിമ്മൻ അൻജയ്നാ മിൻഹും വത്തബഅ അല്ലദീന ളലമൂ മാ ഉത്രിഫൂ ഫീഹി വകാനൂ മുജ്രിമീൻ വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. വളരെ ശ്രദ്ധേയമായ 2 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, എന്തുകൊണ്ട് പൂർവിക സമൂഹത്തിൽ നിന്ന് ജനങ്ങളെ ഫസാദിൽ നിന്ന് തടയുന്ന ഒരു സംഘമുണ്ടായില്ല? അഥവാ ആളുകൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുമ്പോൾ യൻഹൗന അനിൽ ഫസാദി ഫിൽ അർദ് എന്നാണ്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക. കാരണം ഭൂമിയിൽ മനുഷ്യൻ ഒരാളല്ല ജീവിക്കുന്നത്. ഇവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, കുടുംബങ്ങളുണ്ട്, സമൂഹമുണ്ട്, ഭരണകൂടമുണ്ട്, മൃഗങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്, പക്ഷിലതാദികളുണ്ട്, സസ്യലതാദികളുണ്ട്, എല്ലാമുണ്ട്. പക്ഷിമൃഗാദികളും സസ്യലതാദികളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ലോകത്താണ് നാം എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നിനോടും ഫസാദ് ഉണ്ടാവാൻ പാടില്ല. മരങ്ങളോട് കുഴപ്പമുണ്ടാക്കാൻ പാടില്ല, മരങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല. എല്ലാറ്റിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പക്കാരായി നടക്കരുത്. അങ്ങനെ ആരെങ്കിലും നടന്നാൽ അവരുടെ കൈപിടിക്കണം, അവരെ തടയണം. അല്ലാഹു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചെയ്യാത്തത്? ഇല്ലാ ഖലീലൻ മിമ്മൻ അൻജയ്നാ മിൻഹും, നാം രക്ഷപ്പെടുത്തിയവരിൽ നിന്ന് ഒരു ന്യൂനപക്ഷമല്ലാതെ. ഒരു ന്യൂനപക്ഷം അവർ രക്ഷപ്പെട്ടവരാണ്, അള്ളാഹുവിൻ്റെ പൊതുശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ആ ന്യൂനപക്ഷം എന്നും നന്മകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, അവർ എന്നും തിന്മയിൽ നിന്ന് വിലക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മഹാഭൂരിപക്ഷവും വത്തബഅ അല്ലദീന ളലമൂ മാ ഉത്രിഫൂ ഫീഹി വകാനൂ മുജ്രിമീൻ, അക്രമികൾ അധർമ്മത്തെ പിൻപറ്റുകയും അങ്ങനെ അവർ പോക്കിരികളായി സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ.
ഒരു നാട്ടിലെ ജനങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ആ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അന്യായമായി നശിപ്പിക്കുകയില്ല. ഒരു നാട്ടിൽ ഇസ്ലാഹ് ഉണ്ടെങ്കിൽ, അവിടെ പ്രബോധന പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നാൽ സംരക്ഷണം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? നാം ഓരോരുത്തരും നമ്മളുടെ ബാധ്യതകളിൽ വീഴ്ച വരുത്തുമ്പോഴാണ്. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, മൻ റആ മുൻകറൻ ഫഗയ്യറഹു ബിയദിഹി ഫഖദ് ബരി. നിങ്ങളിൽ ഒരാൾ വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടു, മൻ റആ മുൻകറൻ ഫഗയ്യറഹു ബിയദിഹി, തൻ്റെ കൈ കൊണ്ടാരെങ്കിലും അതിനെ തടഞ്ഞാൽ ഫഖദ് ബരിഅ, അയാൾ മുക്തനായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്തിൽ നിന്ന് മുക്തനായി? ശിക്ഷയിൽ നിന്ന്, കോപത്തിൽ നിന്ന് അയാൾ മുക്തനായി, സിമ്മത്തിൽ നിന്ന് അയാൾ മുക്തനായി, തൻ്റെ ദൗത്യം അയാൾ നിർവഹിച്ചു. അത് നിർവഹിക്കാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന നടപടിയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ കൈകൊണ്ട് തടയാൻ സാധിക്കുന്നവർ കൈകൊണ്ട് തടഞ്ഞാലേ ബറാഅത്തുണ്ടാവൂ എന്നാണ് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഉപ്പ പറച്ചിലുകാരൻ മാത്രമാവരുത് എന്നർത്ഥം, ഭർത്താവ് പറച്ചിലുകാരൻ മാത്രമാവരുത് എന്നർത്ഥം, മുതിർന്ന സഹോദരന്മാർ പറയുന്നവർ മാത്രമാവരുത് എന്നർത്ഥം, ഭരണാധികാരികൾ പറയുന്നവർ മാത്രമാവരുത് എന്നർത്ഥം, മറിച്ച് കൈക്ക് പിടിക്കുന്നവരായിരിക്കണം. എങ്കിലേ ഫഖദ് ബരിഅ, അവർ രക്ഷപ്പെടുള്ളൂ. എന്നാൽ അതിന് കഴിയാത്തവരുണ്ട്. വമൻ ലം യസ്തതി അൻ യുഗയ്യിറഹു ബിയദിഹി ഫഗയ്യിറഹു ബിലിസാനിഹി ഫഖദ് ബരിഅ. അവിടെ ഇസ്തിതാഅത്ത് പറഞ്ഞ് ശ്രദ്ധിക്കുക. ഒരാൾക്ക് സാധിക്കുന്നില്ല, കൈകൊണ്ട് തടയാൻ സാധിക്കാത്തൊരു പോസ്റ്റിലാണെങ്കിൽ എന്തു ചെയ്യും? നാവ് കൊണ്ട് പറയണം. നാവ് കൊണ്ട് പറയാനുള്ള വകുപ്പുണ്ടോ? എങ്കിൽ മിണ്ടാതിരിക്കാൻ പാടില്ല എന്നർത്ഥം. എങ്കിലേ ഫഖദ് ബരിഅ, അയാൾ ദിമ്മത്തിൽ നിന്ന് മുക്തനാവൂ. ശിക്ഷയിൽ നിന്ന് മുക്തനാവണമെങ്കിൽ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന കാലത്തോളം പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നാൽ വമൻ ലം യസ്തതി അൻ യുഗയ്യിറഹു ബിലിസാനി ഫഗയ്യിറഹു ബിഖൽബിഹി ഫഖദ് ബരിഅ. എന്നാൽ നാവ് കൊണ്ടും പറ്റുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ മാറ്റാൻ നോക്കൂ. നിങ്ങൾ ഇവിടെ ഹൃദയം കൊണ്ട് തഗ്യീറുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഥവാ നാവ് കൊണ്ട് പറയാതെ കൈകൊണ്ട് തടയാതെ തന്നെ ചില ഘട്ടങ്ങളിൽ ഒരാളുടെ നിലപാട് കൊണ്ട് ഒരു വ്യക്തി മാറിയേക്കാം. ഒരു മുഖഭാവം കൊണ്ട് മറ്റൊരാളെ മാറ്റാൻ കഴിയും, ഒരു നിലപാട് കൊണ്ടൊരാളെ മാറ്റാൻ കഴിയും, ഒരു പിണക്കം കൊണ്ടൊരാളെ മാറ്റാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധിക അനിഷ്ടങ്ങളും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയായിരുന്നു, ആ മുഖത്ത് നിന്നായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. നബിയുടെ നടപടിയിൽ നിന്നാണ് അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹിൻ്റെ ആ മുഖം കണ്ടാൽ, ആ നിലപാട് കണ്ടാൽ, ആ നടപടി കണ്ടാൽ ഞങ്ങൾ പിന്നെ ആ പ്രവൃത്തി ചെയ്യാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകിൽ തിരിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ ആ സ്ഥലം വിട്ടുപോകും, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറാതിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് സമീപിച്ചത്. അതിൻ്റെ കൂടെ കൂടി കൊടുത്തില്ല. കാരണം അത് പ്രചോദനമാണ്. വിട്ടുനിൽക്കൽ ചിന്തിക്കാൻ കാരണമായി തീരും. ആർക്ക്? അസ്ലിൽ ഈമാനും നന്മയും ഒക്കെ ഉള്ള ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ ഹൃദയം കൊണ്ടും അതിന് ചെയ്യേണ്ടവർ അങ്ങനെ ചെയ്യണമെന്നാണ്. ഫഖദ് ബരിഅ, അപ്പോഴേ അയാളും മുക്തനാവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കേണ്ടടത്ത് വിട്ടു നിന്നേ മതിയാകൂ. അയാൾക്കും ഉത്തരവാദിത്തമുണ്ട്. കൈകൊണ്ട് തടുക്കാൻ പറ്റൂല, നാവ് കൊണ്ട് പറയാനും പറ്റൂല, എങ്കിൽ വിട്ടു നിൽക്കേണ്ടടത്ത് നിന്ന് വിട്ടു നിൽക്കണം. അതിന് സാധിക്കണം. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ ഒരു വശമാണ് എന്നാണ്, അത് അവസാനത്തെ വശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ തഗ്യീർ എന്ന വേർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫഗയ്യറഹു, തഗ്യീർ എന്താണ്? മാറ്റം വരുത്തണം സഹോദരങ്ങളെ. അത് ദഅവത്തിലൂടെ നടക്കുമെന്നാണ്. നന്മ കൽപ്പിക്കുന്നതിലൂടെ, തിന്മ വിരോധിക്കുന്നതിലൂടെ മാറ്റമുണ്ടാകും. പക്ഷേ പരിശ്രമം വേണം, അധ്വാനം വേണം. നമ്മൾ ഒരിക്കലും തന്നെ അതിൽ നിന്ന് പിറകോട്ട് പോകാൻ പാടില്ല. എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റമുണ്ടാക്കും. കുടുംബത്തിലും നാട്ടിലുമൊക്കെ മാറ്റമുണ്ടാക്കും. മുഴുവനായിട്ടില്ലെങ്കിൽ പോലും അതിലൂടെ ഖൈറുണ്ടാകും, ബറക്കത്തുണ്ടാകും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വ അംറുൻ ബിൽ മഅറൂഫി സദഖത്തുൻ
വനഹ്യുൻ അനിൽ മുൻകരി സദഖത്തുൻ. ഒരു നന്മ പറഞ്ഞു കൊടുക്കൽ സദഖയാണ് എന്നാണ്. പണം കൊടുത്ത് സഹായിക്കുന്നത് പോലെയാണ് ഒരു നന്മ പറഞ്ഞു കൊടുക്കൽ. ഒരു തിന്മയിൽ നിന്ന് വിലക്കൽ പോലും സദഖയാണ്, അതും സദഖയാണ് എന്നാണ്. അഥവാ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം പരിഹരിച്ച് അവർക്ക് നന്മയുള്ള ഒരവസ്ഥ ഉണ്ടാക്കാനാണല്ലോ നമ്മൾ സക്കാത്തും സദഖയും കൊടുക്കുന്നത്. അതേപോലെ ഒരു സമൂഹത്തിൻ്റെ നന്മക്ക് കാരണമായി തീരുന്ന വളരെ വലിയ പ്രവർത്തനമാണ് ഒരു നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിലൂടെ ഒരു പക്ഷേ അയാൾക്ക് ജീവിതത്തിലെ തന്നെ ഒരു വലിയ ഖൈറിലേക്ക് ആ വ്യക്തി എത്തിച്ചേർന്നേക്കാം. ആ ഒരൊറ്റ വാക്കിലൂടെ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടേക്കാം. നരകത്തിലേക്ക് സഞ്ചരിച്ച എത്രയെത്ര ആളുകളാണ് ഒരൊറ്റ വാക്കുകൊണ്ട്, ഒരൊറ്റ ഉപദേശം കൊണ്ട് ആ റൂട്ട് തിരിച്ച് സ്വർഗത്തിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്. എത്രയെത്ര ആളുകളുടെ മൗനം കൊണ്ടാണ് ധാരാളക്കണക്കിന് ആളുകൾ നരകത്തിൽ ചെന്ന് പതിച്ചിട്ടുള്ളത്. മിണ്ടാതിരുന്നപ്പോൾ, പറഞ്ഞു കൊടുത്തില്ല, മനസ്സിലാക്കി കൊടുത്തില്ല. അത് തെറ്റാണ് ചെയ്യുന്നത് എന്നറിയാം. എൻ്റെ മകൻ, എൻ്റെ മകൾ ചെയ്യുന്നത്, എൻ്റെ കൂട്ടുകാരൻ ചെയ്യുന്നത്, എൻ്റെ നാട്ടുകാർ ചെയ്യുന്നത് തെറ്റാണ് എന്നറിയാം. പക്ഷെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മിണ്ടാതിരിക്കുന്ന പണ്ഡിത പുരോഹിതന്മാർ, അവരുടെ മൗനത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യനാണ് നരകത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നത്. ഷിർക്കിൻ്റെ, കുഫറിൻ്റെ, ഖുറാഫാത്തിൻ്റെ, ബിദ്അത്തിൻ്റെ വഴികളിലൂടെ സമൂഹം സഞ്ചരിച്ചിട്ട് തുച്ഛമായ ദീനാറിന് വേണ്ടി, ദിർഹമിന് വേണ്ടി അവനവൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മോശമായ പാത്രമെന്ന് വിശേഷിപ്പിച്ച വയറ് നിറയ്ക്കാൻ വേണ്ടി നന്മ കൽപ്പിക്കാതെ തിന്മ വിരോധിക്കാതിരിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരും പ്രബോധകന്മാരും അറിവാളരുമായ ആളുകൾ, അവർ എത്രയെത്ര മനുഷ്യരെയാണ് നരകത്തിലേക്ക് തള്ളിവിടുന്നത്. അത് മനസ്സിലാക്കുമ്പോഴാണ് നന്മ കൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. തിന്മയിൽ നിന്ന് വിലക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സംഭവിക്കും. എന്താണത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹി വൽ വാഖിഇ ഫീഹാ കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന فأصاب بعضهم أعلاها وبعضهم أسفلها فكان الذين في أسفلها إذا استقوا من الماء مروا على من فوقهم فقالوا لو أنا خرقنا في نصيبنا خرقا ولم نؤذ من فوقنا فإن يتركوهم وما أرادوا هلكوا جميعا وإن أخذوا على أيديهم نجوا ونجوا جميعا. ഇതിനേക്കാൾ മനോഹരമായ ഒരു ഉദാഹരണം ഇനി വേറെ പറയാനില്ല. ആ നുബുവത്തിൻ്റെ ഉദാഹരണമാണത്. ഒരു സമൂഹത്തിൻ്റെ ഉപമയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നവരെ പോലെ. കപ്പലിന് 2 തട്ടുണ്ട്. അവർ നറുക്കിട്ടു. ആ നറുക്കിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം മേലെ, മറുവിഭാഗം താഴെ. അവർക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചത് മേലെയാണ്. കടൽ വെള്ളം കുടിക്കാൻ കഴിയില്ലല്ലോ, ബുദ്ധിമുട്ടാണ്. പക്ഷേ താഴെയുള്ളൊരു സംഘം വിചാരിക്കുകയാണ്, എന്തിനാണ് നമ്മൾ മേലെയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്? നമുക്ക് താഴെ നിന്ന് തന്നെ വെള്ളമെടുക്കാം. അതുകൊണ്ട് കപ്പലിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഒരു ദ്വാരമുണ്ടാക്കാം. അപ്പോൾ ആ ദ്വാരത്തിലൂടെ വെള്ളം വരും, നമുക്കതെടുക്കാമല്ലോ. നല്ല നിയ്യത്താണ്. കാരണം അവർ പറയുന്നത് എന്താണ്? വലം നുഅ്ദി മൻ ഫൗഖന. മേലുള്ളവരെന്തിനാണ് ഉപദ്രവിക്കുന്നത്? നമ്മളിങ്ങനെ മേലോട്ട് പോയി അവരോട് വെള്ളം ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കതൊരു പ്രയാസമല്ലേ? നോക്കൂ നിങ്ങൾ, നിയ്യത്ത് വളരെ നല്ലതാണ്. പക്ഷേ നിയ്യത്ത് നന്നായതുകൊണ്ട് കാര്യമില്ല. ചെയ്യുന്ന പ്രവൃത്തി നല്ലതല്ലെങ്കിൽ അപകടം ഉണ്ടാവും. അത് മുസ്ലിം ഉമ്മത്ത് മൊത്തം മനസ്സിലാക്കണം. അങ്ങനെ ചെയ്താലെന്താ, ഇങ്ങനെ ചെയ്താലെന്താ, നല്ലതല്ലേ? നിയ്യത്ത് നന്നായിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ അങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞാൽ, സാരല്ല, അവരുടെ തട്ടിലല്ലേ, അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങളെല്ലാവരും മുങ്ങിപ്പോകും. അതല്ല, അവരുടെ കൈക്ക് നിങ്ങൾ പിടിച്ചാൽ നിങ്ങളും രക്ഷപ്പെടും, അവരും രക്ഷപ്പെടും. യഥാർത്ഥത്തിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും മറ്റൊരാളെ രക്ഷപ്പെടുത്തുക എന്നതുപോലെ തന്നെ സ്വയം രക്ഷപ്പെടുക എന്നതിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. നമ്മുടെ തന്നെ സംരക്ഷണമാണ് അതിലുള്ളത്. അങ്ങനെ ചിന്തിക്കണം. നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും നമ്മളാണ് രക്ഷപ്പെടുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ്. അറബികൾക്കിതാ ഒരു വലിയ നാശം വരാനിരിക്കുന്നു, അഥവാ ഫിത്നകൾ വരാതിരിക്കുന്നു. യഅ്ജൂജ് മഅ്ജൂജിനെ പൂട്ടിയിട്ട ആ മതിലിൽ ചെറിയ ഒരു ദ്വാരമുണ്ടായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെട്ടു വരാൻ ഇനി അധിക സമയമില്ല എന്നാണ്. അപ്പോൾ സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അനുഹ്ലികു വഫീന സാലിഹൂൻ, സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ ഞങ്ങളും നശിപ്പിക്കപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഇദാ കസുറൽ ഖബസു,
തിന്മകൾ വർദ്ധിച്ചാൽ എല്ലാവരും പിടിക്കപ്പെടും. തിന്മകൾ വർദ്ധിച്ചാൽ എല്ലാവരും പിടിക്കപ്പെടും. തിന്മകൾ വർദ്ധിക്കാതിരിക്കാൻ, ആ നിലക്ക് പിടിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. മഹ്ശറിൽ പക്ഷേ അവർക്ക് അവരുടെ ഈമാൻ അനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സമൂഹത്തിലെ തിന്മയെ തടയാൻ സാധിക്കുന്നവർ അതിനെ തടയാതിരുന്നാൽ അപകടമാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, മാ മിൻ റജുലിൻ യകൂനു ഫീ ഖൗമിൻ യുഅമലു ഫീഹിം ബിൽ മആസി യഖ്ദിറൂന അലാ അൻ യുഗയ്യിറു അലൈഹി ഫലാ യുഗയ്യിറു ഇല്ലാ അസാബഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഖബ്ലി അൻ യമൂതു. ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണ്, അവിടെ ഒരു തിന്മ നടപ്പിലാക്കപ്പെടുന്നു. അതിനെ മാറ്റം വരുത്താൻ, അത് പറഞ്ഞു കൊടുക്കാനൊക്കെ അയാൾക്ക് കഴിവുണ്ടായിട്ടും അയാൾ അത് ചെയ്യുന്നില്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു ശിക്ഷ കൊണ്ട് അള്ളാഹു ആ വ്യക്തിയെ പിടികൂടുമെന്നാണ്. ഇല്ല അസാബഹുമുല്ലാഹു ബി അദാബിൻ മിൻ ഖബ്ലി അൻ യമൂതു. ആ സമൂഹം മരണപ്പെടുന്നതിന് മുമ്പ് ആ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നതാകുന്നു. മറ്റൊരു റിവായത്തിലുള്ളത്, ഇന്നന്നാസ ഇദാ റഅവുല്ലാലിമ ഫലം യഖുദു അലാ യദൈ ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഇഖാബിൻ. ഒരു ലാലിം, ഒരു അക്രമി തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടും അയാളുടെ കൈക്ക് കയറി ഒരു നാട്ടുകാർ പിടിക്കുന്നില്ലെങ്കിൽ ആ സമൂഹത്തെ മുച്ചൂടും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. പക്ഷേ നാട്ടിൽ എല്ലാ തിന്മകളും വർദ്ധിക്കുന്നു. അതിന് കൂട്ടുനിൽക്കുന്നതാകട്ടെ ഭരണാധികാരികളും നിയമത്തെ കാക്കേണ്ടവരും വിധി നടപ്പിലാക്കേണ്ടവരും എല്ലാവരും തിന്മകൾക്ക് കൂട്ടുനിൽക്കുകയാണ്. ആരും കൈക്ക് പിടിക്കുന്നില്ല, ആരും പറയുന്നില്ല. ആരെങ്കിലും പറഞ്ഞാൽ മെനക്കെട്ടാൽ തന്നെ അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവർ മൗലികവാദികളായി തീരുകയാണ്, അവർ ഭീകരവാദികളായി തീരുകയാണ്. വല്ലാഹുൽ മുസ്തആൻ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിരിക്കണം. ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെ സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിക്കുകയാണ് നമ്മെ. അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ നന്മ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. വല തൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ തിന്മയെ തൊട്ട് വിലക്കുക തന്നെ വേണം. ഔ ഇല്ലെങ്കിൽ ലയൂഷിക്കന്നല്ലാഹു അൻ യബഅസ അലൈക്കും ഇഖാബൻ മിൻഹു, അള്ളാഹു അവൻ്റെ ഭാഗത്ത് നിന്നൊരു കടുത്ത ശിക്ഷ നിങ്ങളിലേക്ക് ഇറക്കും. സുമ്മ തദ്ഉനഹു, എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യും, പക്ഷേ ഫലാ യുസ്തജാബു ലക്കും, ആ ദുആക്ക് ഉത്തരമുണ്ടാവില്ല. നമ്മുടെ മക്കൾ നശിക്കുന്നത് കണ്ണുകൊണ്ട് മുഴുവൻ കണ്ടു നിന്നു. 10-20 കൊല്ലം 25 കൊല്ലം കണ്ടു നിന്നു. എന്നിട്ട് പിന്നെ ദുആ ചെയ്യാൻ ഉത്തരം കിട്ടൂല. ഒരു സമൂഹത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെ. ആ മുളയിലെ പിടിക്കണം. നിരന്തരമായ ഉപദേശങ്ങളിലൂടെ മക്കളെ, കുടുംബത്തെ, നാട്ടുകാരെ, കൂട്ടുകാരെ നന്നാക്കാൻ ശ്രമിക്കണം. നമുക്കിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, തിന്മയിൽ നിന്നൊക്കെ വിലക്കുക. അനാവശ്യങ്ങൾക്കുള്ള ഒരുപാട് വഴികളുണ്ട്, നമുക്കത് വേണ്ട. പക്ഷേ ആവശ്യമുള്ളതിൽ നന്നായി തന്നെ ഇടപെടുക. ദഅവാ പ്രവർത്തനങ്ങൾക്ക് നന്നായി ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുക. കൂട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അവർ ചെയ്യുന്ന തിന്മകൾക്കൊക്കെ ലൈക്കടിച്ച് അതിനും ചിരിച്ചു കൊടുത്ത് അവരുടെ കൂടെ നിൽക്കുന്നവൻ ഗുണകാംക്ഷിയല്ല. അവന് ഗുണകാംക്ഷിയല്ല. തൻ്റെ കൂട്ടുകാരോടൊരു സമീപനവും നാട്ടുകാരോട് വേറൊരു സമീപനവും മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് മറ്റൊരു സമീപനവും അങ്ങനെയല്ല. മറിച്ച് നാം നസീഹത്തുള്ളവരാണെങ്കിൽ ആരൊക്കെയാണോ തിന്മ ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കണം, വിലക്കണം. നമ്മുടെ ഗ്രൂപ്പുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അത് കൂട്ടുകാരുടേതാകട്ടെ കുടുംബക്കാരുടേതാകട്ടെ, എല്ലാറ്റിലും നന്മ കൽപ്പിക്കുന്നവരായി നമ്മൾ മാറണം, തിന്മ വിലക്കുന്നവരായി നമ്മൾ മാറണം. വീട്ടിലും നാട്ടിലുമൊക്കെ അങ്ങനെയായി തീരണം. അങ്ങനെ അതിനെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റിയാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റേതായൊരു ബറക്കത്ത് കാണപ്പെടുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ടതില്ല. ഒട്ടനവധി ശിക്ഷകളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നത് മാത്രമല്ല, നമ്മുടെ ദുആകൾക്ക് ഉത്തരം കിട്ടുന്ന ഒരവസ്ഥയുണ്ടാകും. ഇല്ല എങ്കിൽ പലപ്പോഴും ദുആ തടയപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഉത്തരം കിട്ടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നന്മ കൽപ്പിക്കുകയും തിന്മയെ തൊട്ട് വിലക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.